ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കലണ്ടർ ബോട്ടിലായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കലണ്ടർ ബോട്ടിലായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 3 കലണ്ടർ ബോട്ടിലായിട്ട് ഞാൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു 3 ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ആ ഒരു കലണ്ടർ വെച്ചിട്ട് ചെയ്താൽ മതി. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാതിരുന്നത്. കോവിഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അസുഖം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ടൈപ്പ് കലണ്ടർ ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കുക. സാധാരണ ഒരു A4 ഷീറ്റ് പേപ്പറിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട ഒരു കലണ്ടർ ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഓരോ മന്ത് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ആ ഒരു ഡേറ്റും ഒന്നിങ്ങനെ കട്ടാവാത്ത രീതിയിൽ കുറച്ചും കൂടെ അങ്ങനെ സ്പേസ് സൈഡിൽ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മന്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ സൈസിലുള്ള ഒരു പീസാണ് നമ്മൾ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ന്യൂസ് പേപ്പറിലേക്ക് ഓരോ മന്തും ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഇതുപോലെ ഒന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിൽ ഓരോ മന്ത് നമ്മൾ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ രീതിയിലൊന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓരോ സൈഡ്സ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ഹോളല്ല, ഒരു സ്റ്റാമ്പിൻ്റെ ഒരു സൈഡിലൊക്കെ ഉണ്ടാവില്ല, ഒരു പകുതിയായിട്ടുള്ള. അപ്പോൾ അതുപോലെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ മന്തിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റ് ഒക്കെ ഇങ്ങനെ കട്ടായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ താഴെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾ കുറച്ച് നല്ല വിഡ്ത്തൊക്കെ സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം ന്യൂസ് പേപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു പാടാണ്. അപ്പോൾ ഞാനിങ്ങനെ പഞ്ച് ചെയ്ത് സൈഡിലൊക്കെ പഞ്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു സ്റ്റാമ്പിൻ്റെ മോഡലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കലണ്ടർ സ്പെഷ്യൽ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ ഓൾറെഡി ഇങ്ങനെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറായിരിക്കട്ടോ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു മന്തൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എവിടേക്കാണോ ആദ്യം ഒട്ടിക്കേണ്ടതെന്ന് നമുക്കൊരു ആദ്യം ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു മന്തൊക്കെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈസിനനുസരിച്ച് നമ്മളിതെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2021 ഇതുപോലെ തന്നെ അങ്ങനെ പഞ്ചിങ് ഹോൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാമ്പിൻ്റെ മോഡലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ന്യൂസ് പേപ്പർ വെക്കാതെ കേട്ടോ ചെയ്തത്. അപ്പോൾ ന്യൂസ് പേപ്പർ വെക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഫയലിലുണ്ടായിരുന്ന കുറച്ച് പേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേജസിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്ട്രിപ്പായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലെ താഴെ ഭാഗത്തും നെക്കിൻ്റെ സൈഡിൽ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിനി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് പഞ്ചിങ് ഹോൾ വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു പേപ്പറിൽ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ആ ഒരു വൈറ്റ് കളറിൽ ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്കിങ്ങനെ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവില്ല, ഈ ഒരു കോഫി കളറാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പോസ്റ്റൽ സ്റ്റാമ്പിനൊക്കെ ഒരു സീൽ ഉണ്ടാവുമല്ലോ, ഒരു ഡിസൈൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചിട്ടൊന്ന് ഈ ഒരു നമ്മളുടെ ഈ ഒരു മന്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു സ്റ്റാമ്പിൻ്റെ സീൽ ഇമേജ് ഒക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പെൻസിലുകൊണ്ടൊന്നും ഇങ്ങനെ വരച്ചെടുത്തിട്ട് അത് നോക്കിയിട്ടൊന്നിങ്ങനെ സ്കെച്ച് കൊണ്ട് വരച്ചെടുക്കുകയാണ്. ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാം മന്തിന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്, ഒരു വിൻറ്റേജ് സ്റ്റൈലും ആയിട്ടുണ്ട്. പിന്നെ പോസ്റ്റൽ സ്റ്റാമ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, കുറേ കുറവല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കലണ്ടർ ബോട്ടിൽ ചെയ്തത് ഞാൻ 2020 ആ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കലണ്ടറിൻ്റെതാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റഫായിട്ടൊന്നിങ്ങനെ കീറിയെടുക്കുക. ഓരോ മാസം അതുപോലെ ആ ഒരു ഇയറൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് കുറച്ച് കോഫി പൗഡറാണ്. ഇത് സാധാരണ ടൈപ്പ് ആ ഒരു കോഫി പൗഡറാണ് കേട്ടോ, ഒരു ഫിൽറ്റർ ടൈപ്പ് ഒന്നുമല്ല. എന്നിട്ട് അത് കുറച്ചിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പീസസും ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്തുനിന്ന് ഉണക്കി എടുത്താൽ മതി.
ഇപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ നല്ലൊരു വിൻറ്റേജ് കളറായിട്ടുണ്ട്, നല്ലൊരു ഡൈ ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മന്തും ഇങ്ങനെ ഇതുപോലെ ആ ഒരു ക്യാൻഡിലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ മന്തും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ A4 ഷീറ്റ് പേപ്പറിനും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമുക്കിത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ന്യൂസ് പേപ്പറാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് കംപ്ലീറ്റ് ആയിട്ടും ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓരോ മന്തും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉള്ള ഭാഗം ഉണ്ടാവില്ല, ആ ന്യൂസ് പേപ്പർ കാണുന്നത്, ആ ഒരു ഭാഗത്ത് നമ്മൾ A4 ഷീറ്റ് പേപ്പറിന് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒട്ടിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വുഡ് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, പിന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു രണ്ടാമത്തെ ടൈപ്പ് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചൊരു വലിയൊരു ടൈപ്പ് ബോട്ടിലാണ്. എന്നിട്ട് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഞാൻ 2020 ചെയ്തിട്ടുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ടൈപ്പ് പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ അതിൽ ഓരോ മന്തും ഇയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ബൗളിൽ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മന്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ച് സമയം നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭാഗത്തുള്ള ഒരു കട്ടിയുള്ള പേപ്പർ ഇങ്ങനെ അത് ഇളകി വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മന്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കീറിപ്പോകും ഇങ്ങനെ നനയുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു മന്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിച്ചതാണെന്ന് തോന്നില്ല, അത്രയും നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ഡേറ്റൊക്കെ ഇങ്ങനെ വരച്ചെടുത്ത പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുന്ന രീതിയിലൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും, പക്ഷേ അതിന് പ്രിൻറ്റിന് ചാർജൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സാധാരണ ടൈപ്പിൽ ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കട്ടിയുള്ള ഒരു ലെയർ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ഒരു പേപ്പറായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളതും അല്ലാത്ത ഒരു പേപ്പറും കണ്ടാൽ മനസ്സിലാവും. ഇത് നല്ല നൈസായിട്ടാണ് ഇരിക്കുക, മറ്റേത് നല്ലൊരു കട്ടിയായിരിക്കും, നമുക്ക് അങ്ങനെ ജസ്റ്റ് ഫ്ലെക്സിബിളായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മന്തും അതുപോലെ ഒരു ഇയറിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ആ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്താണെന്ന് തോന്നിയില്ല കേട്ടോ, അത്രയും നല്ലൊരു നീറ്റായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓരോ മന്തും കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു, ആ ഒരു മന്തിൻ്റെതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ അതിങ്ങനെ അല്ലാതെ എഴുതാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് CD മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 കളർ CD മാർക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ CD മാർക്കറിന് ഒന്നിന് 10 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നല്ല ഫോണ്ടൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്താണെന്ന് തോന്നിയില്ല, ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഡേറ്റ്സ് ഒക്കെ കിട്ടും ചെയ്യും, പിന്നെ നമുക്ക് ആ ഒരു മന്ത് നമുക്ക് തന്നെ എഴുതും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കുഞ്ഞായിട്ടുള്ള ഈ കാർട്ടൂണിൻ്റെ ഇമേജസൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ അതൊക്കെ വരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഡിസൈൻ, വെജിറ്റബിളിൻ്റെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ നെക്കിൻ്റെ സൈഡിൽ ഒരു റെഡ് കളർ സാറ്റിൻ റിബണും കൂടെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2020 ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു 3 ടൈപ്പ് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മൾ ആ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ രീതിയിൽ, രണ്ടാമത്തെ ഒരു വിൻറ്റേജ് ടൈപ്പ് ബോട്ടിലായിട്ട്, മൂന്നാമത്തെ നമ്മൾ തന്നെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഈ 3 ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ബോട്ടിൽ വർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കലണ്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ആ ഒരു ഡേറ്റും ഇതൊക്കെ മാറുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഒരു മാസത്തെ കലണ്ടറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.